അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. ഈ വർഷം നോമ്പിലാണ് നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, നോമ്പ് പരീക്ഷ അപ്പം എങ്ങനെ പഠിക്കുക, നോമ്പൊക്കെ അല്ലേ, ക്ഷീണമല്ലേ എന്നൊക്കെ വിചാരിച്ച് ചിലരെങ്കിലും നോമ്പ് നോൽക്കാതിരിക്കും. ചിലർ നോമ്പ് നോൽക്കും, എന്നാൽ പഠിക്കൊന്നുമില്ല. അപ്പോൾ ഈ നോമ്പുള്ള സമയത്ത് എങ്ങനെ പഠിക്കാം, അതിനുള്ളൊരു ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അത്താഴത്തിന് എണീക്കും. അപ്പോൾ ആ എണീക്കുന്ന ടൈമിൽ നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് കുറേ വെള്ളം കുടിക്കുക, കുറേ ചോറുന്ന, അങ്ങനെ ഓരോരോ ഭയങ്കര വയറ് ഫില്ലാക്കാൻ നോക്കും. നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് കഴിക്കുക. ഒരുപാട് വാരി വലിച്ച് തിന്നരുത്. നമുക്കൊരു ഉച്ച വൈകുന്നേരം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും നമുക്കൊരു ഫസ്റ്റ് ഡേ ഓഫ് നോമ്പ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദാഹം, വിശപ്പ്, അതൊക്കെ എന്തെല്ലാം നോർമലാണ്. അത് നമ്മൾ അത്താഴത്തിന് ഒരുപാട് തിന്നു കഴിഞ്ഞാൽ അത് കുറയും, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ ഒരുപാട് തിന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല. കാരണം നമ്മൾ ആകെ ടയേർഡായി നമുക്ക് ഉറക്കം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുപാട് തിന്നില്ലെന്ന് പറയുന്നത്. കാരണം നമുക്ക് പഠിക്കണം, നമുക്ക് നമ്മുടെ എക്സാംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ റമദാൻ ടൈംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈംസ് എന്ന് പറയുന്നത് അത്താഴത്തിന് ശേഷം ഫുഡ് കഴിച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ പഠിക്കാതിരിക്കുക. അത് മുതൽ ഒരു 7:30 വരെ നിങ്ങൾക്ക് പഠിക്കാം. കാരണം ആ ടൈമിൽ പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഈ രാവിലെ ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിന് നല്ല എനർജി ആയിരിക്കും, നമുക്ക് പഠിക്കാൻ തന്നെ ഭയങ്കര ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഈ നിങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് തിന്നരുത്. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരുപാട് പൊരിക്കടികൾ തിന്നുക. ആൻഡ് ഇപ്പോൾ വെള്ളമാണെങ്കിൽ ജ്യൂസാണ് ഒരുപാട് വാരി വലിച്ച് തിന്നും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കണം. ഈ തിന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാരി വലിച്ച് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊരു എനർജി ഉണ്ടാവില്ല, അതൊരു ഉറക്കമാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് സ്കെയിലൊക്കെ വേണ്ടേ, അതിനും വേണം ഒരു എനർജി. ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ് വാരി വലിച്ച് തിന്നുക എന്നുള്ളത്. നമ്മൾ ശരിക്കും നോമ്പ് തുറക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ശരിക്കും ഒരു വെള്ളം കുടിക്കുക, കുറച്ചൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ശേഷം ഈത്തപ്പഴം തിന്നുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാം, കാരണം അതാണ് സുന്നത്ത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വെള്ളവും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളവും ഈത്തപ്പഴവും, ശേഷം നിസ്കരിക്കുക, ശേഷം വന്നിട്ട് ഫുഡ് കഴിക്കുക. അതും ആവശ്യത്തിന്, ഒരിക്കലും വയറ് ഫുള്ളാക്കി കഴിക്കരുത്, കാരണം പഠിക്കാനുണ്ട്. അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോയിരുന്ന് പഠിക്കാം. ഒരു 10 മണി 10:30 ആ ഒരു ടൈം വരെ പഠിക്കും. കാരണം ശേഷം നിങ്ങൾ ഉറങ്ങണം. കാരണം നമുക്ക് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ രാവിലെ പഠിച്ച കാര്യങ്ങളും ഒക്കെ തലയിൽ മെമ്മറിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉറക്കം അനിവാര്യമാണ്. നമ്മൾ മാക്സിമം ഒരു ഹ്യൂമൻ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. പക്ഷേ നമ്മളൊരു 11, 12, 1, 2, 3 ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ. കാരണം നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം 4:30 ടു ആ ഒരു ടൈം, അല്ലെങ്കിൽ ഒരു 5 മണി ടു 7:30 ആ ടൈമിലൊക്കെ നമുക്ക് പഠിക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലും പോകണം. അപ്പോൾ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 11 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങണം. ഇപ്പോൾ സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് നോമ്പെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്കൊക്കെ ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതായത് പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. ഈ പൊമോഡോറോ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ 25 മിനിറ്റ് പഠിക്കുക, ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ 25 മിനിറ്റ് പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതാണ് പൊമോഡോറോ ടെക്നിക്ക്. കാരണം നമ്മുടെ ഈ സ്റ്റഡീസിലൊക്കെ പൊമോഡോറോ ടെക്നിക്ക് വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒന്ന് പഠിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കും ഒന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ വേണ്ട ഒരു കോഫി ഉണ്ടാക്കാം, എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. പിന്നെ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരു ഉച്ച വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകും, പിന്നെ നമ്മൾ ക്ഷീണിച്ച് ഉറങ്ങും. അങ്ങനെ ഓരോരോ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഈ ഫുഡ് കഴിയുകൊണ്ട് ഉണ്ട്. അപ്പോൾ ഈ റമദാനിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം നമുക്ക് ഫുഡ് കഴിക്കുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയം കൂടെ നമുക്കിരുന്ന് പഠിക്കാം. അപ്പോൾ ഇത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാക്സിമം യൂസ് ചെയ്യണം. കാരണം റമദാനിൽ ഇപ്പോൾ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ
എനിക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റമദാൻ ഫുള്ള് എക്സാംസ് ആണെന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് ദിവസം സ്കൂളും ഉണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ ആ ടൈമിലൊക്കെ ഇനി സ്കൂൾസ് ഉണ്ട് ആൻഡ് സ്കൂളിൽ പോകണം. പിന്നെ ഈ റമദാൻ എൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറേ ദിവസത്തിന് സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി റമദാൻ ഫുള്ള് ഇനിയിപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ റമദാനിൽ സ്കൂൾ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പോകുന്നത് നമ്മൾ അറിയേയില്ല. അപ്പോൾ അതൊരു ഗുണം തന്നെയാണ് ഈ റമദാൻ ടൈമിൽ സ്കൂൾസ് ഉള്ളത്. നമ്മൾ ബോറടിക്കില്ല, ടൈം പോകുന്നതേ അറിയില്ല നമുക്ക്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുകയെന്ന്. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡേ ഫുള്ള് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാവിലെ പോയ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ പോയ ആ ഒരു ഡീഹൈഡ്രേഷനൊക്കെ മാറി നമുക്ക് ഉള്ള ആ ഒരു ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എനർജി അതേപോലെ നമുക്ക് പോകും. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ പൊറോട്ട എണ്ണക്കറികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം നമുക്ക് എനർജി വേണം പഠിക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റമദാൻ ടൈമിൽ ഈ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഐ എം ഹോപ്പിംഗ് ദാറ്റ് യു ലൈക്ക് ദിസ് വീഡിയോ. കാരണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമദാനിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നോ മോർ ടെൻഷൻസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ പഠിക്കാതിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഒന്ന് പഠിച്ച് നോക്കാം, ഒന്ന് പഠിച്ചേക്കാം, അങ്ങനെ തോന്നണം. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ, ക്ലിയർ, അതുപോലെ തന്നെ ഒരു വായു സഞ്ചാരമുള്ളൊരു പ്ലേസ് ആയിരിക്കണം അത്. നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സ്ഥലം എങ്ങനെ ഇരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ ആ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ ആ പ്ലേസിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ ഇതും ഒരു ടിപ്പാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇനി ഞാൻ എന്തൊക്കെ ടൈപ്പ്, ഞാൻ ഈ ഇതിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ഇടണം എന്നാണ് നിങ്ങളുടെ താല്പര്യം, അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതാകുമ്പോൾ എനിക്ക് ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം.